കേസിൽ യഥാർത്ഥ പ്രതി പിടിയിലായപ്പോൾ ടിജിൻ ജോസഫിന് ആശ്വാസ നിശ്വാസം. ഉറ്റവർ പോലും കൊലപാതകിയായി കണ്ട കാലം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് റൂൾ തടിക്ക് ഉരുട്ടി, ഇരുകരണത്തും അടിയും കിട്ടി. വർഷങ്ങളോളം നീണ്ട പീഡനത്തിന്റെയും വേദനകളുടെയും പിന്നാലെ കോട്ടാങ്ങൽ കണയങ്കൽ വീട്ടിൽ ടിജിൻ ജോസഫ് കാത്തിരുന്നത് ആശ്വാസവിധിക്കായിട്ടാണ്. 2019 ഡിസംബർ 15-നാണ് കോട്ടാങ്ങൽ സ്വദേശിയായ 26-കാരി കൊല്ലപ്പെട്ടത്. സുഹൃത്തായ ടിജിന്റെ വീട്ടിൽ യുവതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയപ്പോൾ സംശയത്തിന്റെ നിഴൽ ആദ്യം നീണ്ടത് ടിജിനിലേക്കായിരുന്നു. ഇരുവരും 12 വർഷത്തെ പ്രണയബന്ധത്തിലായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വേറെ ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു. പിന്നീട് ടിഞ്ചു ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങി കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷനിലെത്തി. ടിജിനൊപ്പം പോകുന്നു എന്ന് എഴുതി വെച്ചിരുന്നു. ഇതിനോടകം തന്നെ ടിജിനും ഭാര്യയും തമ്മിൽ അകന്നിരുന്നു. 1.5 വയസ്സുകാരനായ കുഞ്ഞിനൊപ്പമായിരുന്നു ടിജിന്റെ താമസം. 6 മാസം കഴിഞ്ഞപ്പോൾ 2019 ഡിസംബർ 15-നാണ് ദുരന്തം സംഭവിച്ചത്. അന്ന് പിതാവ് ജോസഫ് കൊച്ചുമകനുമായി ബന്ധുവീട്ടിലേക്ക് പോയിരുന്നു. ഓട്ടോ ഡ്രൈവറായ ടിജിൻ ഹരിപ്പാട്ടേക്ക് പോയപ്പോൾ നാട്ടുകാരനായ നസീർ വീട്ടിലെത്തി. വൈകിട്ട് 4 മണിയോടെ ടിഞ്ചുവിന്റെ മരണവാർത്തയാണ് ടിജിൻ അറിഞ്ഞത്. പെരുമ്പെട്ടി SI ഷെരീഫ് ടിജിനെ പ്രതിയാക്കാൻ തിടുക്കം കാണിച്ചു. സംസ്കാരത്തിലും പങ്കെടുക്കാനായില്ല. സ്റ്റേഷനിലെ ക്രൂരമർദ്ദനത്തിൽ നട്ടെല്ലിനും മുഖത്തും പരിക്കേറ്റു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച ചികിത്സയിൽ കഴിഞ്ഞു. പരാതിയെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ശാസ്ത്രീയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതിയായ നസീർ പിടിയിലായത്. മൃതദേഹത്തിന്റെ നഖത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളും നസീറിന്റെ രക്തസാമ്പിളും ഒത്തുപോയി. തല കട്ടിൽപ്പടിയിലിടിച്ച് ബോധരഹിതയാക്കിയ ശേഷം ലൈംഗിക പീഡനവും തുടർന്ന് മുണ്ടുകൊണ്ട് കഴുത്തിൽ കുരുക്കി തൂക്കിയതുമാണ് തെളിഞ്ഞത്. നസീർ കുറ്റക്കാരനെന്ന് തെളിഞ്ഞത് വലിയ ആശ്വാസമാണ്. പരമാവധി ശിക്ഷ ലഭിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം എന്ന് ടിജിൻ ജോസഫ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.